നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പേരെ ഞങ്ങൾ പരിചയപ്പെടുത്തി. ഇനി ഇപ്രാവശ്യം ഞങ്ങളുടെ വേറെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇപ്രാവശ്യം പോകുന്നത് ജബൽ സിഫയിലാണ്. എല്ലാവരെയും ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി തരാം. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. നീ എന്താ ഇവിടെ? നീ ഇറങ്ങി പോടാ. ഗൈസ്, ഇതാണ് അലൻ. അലൻ ഇവിടെ വാൻഗാർഡിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അലൻ ഞങ്ങളുടെ കൂടെ ഇന്ന് സിഫയിലേക്ക് ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് ചുമ്മാ ചില്ല് ചെയ്യാൻ ഇറങ്ങിയതാണ്. ഗൈസ്, ഇതാണ് സുജിത് കപൂർ. പുള്ളിക്കാരൻ ഇവിടെ ആഫ്രിക്കൻ ഈസ്റ്റേണിലല്ലേ, ആഫ്രിക്കൻ ഈസ്റ്റേണിൽ വർക്ക് ചെയ്യാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ബാഡ്മിൻ്റണൊക്കെ കളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ജബൽ സിഫേൻ്റെ പ്രോഗ്രാം ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ പുള്ളിയോട് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഞങ്ങളുടെ കൂടെ കറങ്ങാൻ. അപ്പോൾ ഞങ്ങളങ്ങനെ കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സിഫ ജബൽ അല്ലെങ്കിൽ ജബൽ സിഫ. ഈ രണ്ട് സാധനങ്ങളുള്ളോ? പിന്നെ അപ്പം കടലിൻ്റെ പുട്ടുമുട്ടൊക്കെ. ഗൈസ്, ഇതാണ് വിപിൻ. വിപിൻ ഇവിടെ നാദിറ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ വിപിനാണ് പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ അടുത്ത ജബൽ സിഫയിലേക്ക് വരുന്ന അടുത്ത മെമ്പർ പുള്ളിയാണ്. അപ്പോൾ ഞങ്ങളിന്ന് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അവിടെ ഇനി ഒരാളും കൂടി ഉണ്ട്. പുള്ളിക്കാരൻ്റെ പേരാണ് ജമീൽ. പറഞ്ഞു കൊടുത്തോ, ബാക്കി പറഞ്ഞു. നീ പറഞ്ഞോ? എന്നാ ഞാൻ തന്നെ പറയാം. പക്ഷെ നീ എവിടെ മൊത്തത്തിൽ ഫ്രീ ആയിട്ട് എല്ലാവർക്കും പണിയെടുത്ത് കൊടുക്കുന്ന മനുഷ്യനാണ്. ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. സ്വന്തമായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന പുള്ളിയാണ്. ഞങ്ങളൊക്കെ ബാഡ്മിൻ്റൺ കളിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ അവിടെ നിന്നാണ് എല്ലാവരും പരിചയപ്പെട്ടത്. ഞങ്ങളിപ്പോൾ പരിചയപ്പെട്ടിട്ട് ഏകദേശം ഒരു 1.5 കൊല്ലത്തിൻ്റെ അടുപ്പിച്ചായി. അന്ന് മുതൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഓരോ പരിപാടികൾക്കൊക്കെ പോണത്. വ്ളോഗിങ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി അങ്ങോട്ട് കാണാം. നമ്മൾ ഈ ചൂടാണെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എ സി ഒക്കെ ഇട്ട് വണ്ടിക്കകത്ത് ഇങ്ങനെ പോയാലും കൊള്ളാം. ഒടുക്കത്തെ ചൂടാട്ടോ. എന്നാലും ഒരു രസം, ഒരു പ്രത്യേകതരം വിഭൂതി എന്ന് പറയുമോ, അനുഭൂതിയോ. ദേണ്ടറ കളിക്കുന്നു, കളിച്ചോണ്ടിരിക്കുക നട്ടപ്പുറ വെയിലത്ത്. നമ്മളിപ്പോൾ ബന്ദർ അൽ ഖൈറാനിൽ എത്തിയിട്ടുണ്ട്. മസ്കറ്റിൽ അത്ര ചൂടില്ലെങ്കിലും ചെറുതായിട്ട് ചൂടുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണത് നല്ലതാണ്. ഫ്രെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക സിനിമാറ്റിക് ഫ്രെയിമാണ്. മലയുടെ കളറും വെള്ളത്തിൻ്റെ കളറും എല്ലാം കൂടി ആകുമ്പോൾ നല്ല പൊളി ലുക്കാണ്. ഗൈസ്, നമ്മൾ എത്തി ജബൽ സിഫയിൽ. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കാൻ പോകുന്നത് ഇവിടെയാണ്, ഈ പ്രോപ്പർട്ടിയിലാണ്. വഴിയൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു, വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ലൊക്കേഷൻ ഇട്ട് കറക്റ്റ് ഇങ്ങനെ കറങ്ങിത്തിരി ഇങ്ങനെ വന്നു. നേരെ അപ്പുറത്തെ സൈഡിൽ ബീച്ചാണ്. സിഫ ബ്രീസ് എന്നാണ് ഈ പ്രോപ്പർട്ടിയുടെ പേര്. നമ്മൾ നിൽക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലമാണിത്. ഇതിനകത്തേക്ക് നമ്മൾ നിങ്ങളെ കൊണ്ടുപോകാം കേട്ടോ. വായോ. ഇത് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. ഇതിനകത്തേക്ക് കടന്നു കഴിയുമ്പോൾ ഒരു വലിയ ഹാളാണുള്ളത്. ഇതിനകത്ത് ആ ഹോളിനോട് ചേർന്ന് ചെറിയൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. പിന്നെ ഒരു കിച്ചൺ സ്പേസ് ഉണ്ട്. പിന്നെ 2 ബെഡ്റൂമാണ് ഇതിനുള്ളത്.
ഒന്ന് ഒരു മാസ്റ്റർ ബെഡ്റൂമും പിന്നെ ഒന്ന് 3 ബെഡുള്ള ഒരു മുറിയാണ്. അതിൻ്റെ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല, മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അഫോർഡബിൾ പ്രൈസാണ്. വീടും കാര്യങ്ങളൊക്കെ കണ്ടല്ല. ഇനി ഇതിൻ്റെ അടുത്തൊരു ബീച്ചുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത്. എല്ലാവരുടെ കൂട്ടത്തിലുണ്ടാവും ഇതുപോലൊരു നിശ്ചൽ. നിങ്ങളുടെ കൂട്ടത്തിലെ നിശ്ചൽ ആരാ? ഷെഫ് ജമീൽ. ജമീൽ കാ എന്തല്ലേ? സുഖം. എങ്ങനെയുണ്ട് കോഴി? കഴിച്ചിട്ട് നിങ്ങളെ അഭിപ്രായം? മൂത്ത കോഴിയൊന്നുമല്ലേ? 1000 രൂപ. ഗൈസ്, അപ്പോൾ ജബൽ സിഫ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾക്ക് എന്തായാലും വളരെ രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. നിങ്ങളും വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ പ്രോപ്പർട്ടിയുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി നിങ്ങളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ടൊക്കെ തരാം.